നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി തോമസ് ഐസക്കിനെതിരെ ഗുരുതരമായ ആരോപണവുമായി കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഇടത് സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് വർഗീയ പ്രചാരണത്തിലൂടെ ആയിരിക്കുമെന്നാണ് NK പ്രേമചന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് ന്യൂനപക്ഷ മേഖലകളിൽ തനിക്കെതിരെ ഐസക് അപവാദ പ്രചരണം അഴിച്ചുവിട്ടെന്ന് പ്രേമചന്ദ്രൻ ആരോപിച്ചു. കൊല്ലത്ത് ഇടത് സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് അപവാദ പ്രചാരണത്തിലൂടെ നേടിയ ജയമാകുമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ജയിച്ചാൽ താൻ BJPയിലേക്ക് പോകുമെന്നും തന്റേത് ഒരു RSS കുടുംബമാണെന്നും ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പോയി തോമസ് ഐസക്കിന്റെ സംഘം പറഞ്ഞുവെന്നും പ്രേമചന്ദ്രൻ പറയുന്നു. പ്രത്യയശാസ്ത്രപരമായി ഉന്നതങ്ങളിൽ നിൽക്കുന്നയാളെന്ന് പൊതുജനം പറയുന്ന തോമസ് ഐസക് പച്ചയായ വർഗീയത പറയുകയല്ലേ ചെയ്തതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇത് മതസ്പർദ്ധ വളർത്തുന്നതും സമുദായങ്ങളിൽ പക അഴിച്ചുവിടുന്നതുമാണെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു. കൂടാതെ തോമസ് ഐസക്കിന് മന്ത്രിയായി തുടരാൻ അവകാശമുണ്ടോ എന്നും കൊല്ലത്ത് ഇനി ഇടത് സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് അപവാദ പ്രചരണത്തിൽ നിന്നല്ലേ ജയിക്കുന്നതെന്നും പ്രേമചന്ദ്രൻ ചോദ്യമുയർത്തി. പ്രാദേശിക തലത്തിൽ നിന്ന് മികച്ച പ്രതികരണമാണെന്നും അപസ്വരങ്ങളില്ലാതെ മികച്ച വിജയം തനിക്ക് കിട്ടുമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രേമചന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രാദേശിക തലങ്ങളിൽ, ബൂത്ത് തലങ്ങളിൽ പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അനുസരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കണം. പക്ഷേ CPMന്റെ ഒരു PB അംഗവും മന്ത്രിയുമായ തോമസ് ഐസക് കൊല്ലത്ത് തങ്കശ്ശേരിയിൽ ഹോട്ടലിൽ നിന്ന് ക്യാമ്പ് ചെയ്ത് യത്തീംഖാനകളിലും ജമാഅത്തുകളിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലും എനിക്കെതിരെ അപവാദ പ്രചരണത്തിന് നേതൃത്വം നൽകുകയാണ്. CPMും പ്രേമചന്ദ്രനും തമ്മിൽ പ്രചരണകാലം തുടങ്ങിയതു മുതൽ പരസ്പരം രൂക്ഷമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് NK പ്രേമചന്ദ്രന്റെ പ്രചാരണ വാഹനം തകർത്തതിന് CPM പ്രവർത്തകർക്കെതിരെ UDF ആരോപണമുയർത്തിയിരുന്നു. ചവറയിൽ വെച്ചായിരുന്നു വാഹനം തകർത്തത്. അതേസമയം NK പ്രേമചന്ദ്രനെതിരെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചെന്ന് കാണിച്ച് CPM പരാതി നൽകിയിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ പോലെ മുസ്ലിം പള്ളികളിലും LDF സർക്കാർ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചെന്നായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസംഗം. പരാതിയുടെ അടിസ്ഥാനത്തിൽ NK പ്രേമചന്ദ്രനെതിരെ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.